രൂപത്തിലും പല്ലുവിരട്ടി രൂപത്തിലും പലതും കൊടുത്തിട്ട് അവരെ അടിച്ചാക്കിയിട്ട് അവരെ സമൂഹത്തിലേക്ക് ഇറക്കിവിടുകയാണ്. പിന്നെ അത് ഉപയോഗിക്കാൻ അവർക്ക് പൈസ കിട്ടാതെ ഒരു സംഗതി വരുമ്പം അവർക്ക് ഉമ്മിയും ബാപ്പിയും മങ്ങളൊന്നും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. അവർക്ക് പൈസ ഇട്ടിട്ട് അപ്പോൾ കളവോ കൊലപാതകമോ എന്തെങ്കിലുമൊക്കെ നടത്തും. നമ്മളൊക്കെ വളരെ അത്ഭുതകരമായിട്ട് കുട്ടൊക്കെ ഈ സംഗതി കേൾക്കുമ്പോൾ അത്ഭുതം കൂടി ഇരുന്ന ആളുകളാണ്. മക്കളെ വാപ്പാനും കൊല്ലം അമ്മാനും ഇല്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ അത്ഭുതത്തോട് കൂടിയിട്ട് നമ്മുടെ മുറ്റത്ത് എന്ത് കാര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞു വളരെ അപകടമായ സ്ഥിതിയിലാണുള്ളത്. ഈ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിനെ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യോഗം ചേർന്ന് നമ്മൾ മാലിന്യത്തിന്റെ കൂട്ടായ്മ ആദ്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സമീപ മാലിന്യപ്പെട്ട ആളുകളൊക്കെ കൂട്ടിയിട്ട് ഒരു മാലിന്യ കൂട്ടായ്മ. ഇതിൽ ജാതി മതം ഒന്നുമില്ല, എല്ലാവർക്കും വളരെ പ്രയാസകരമായ എല്ലാവർക്കും അറിയാമായിട്ടാണ് ഇതിന്റെ വിപത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എത്രത്തോളം നമുക്ക് പ്രവർത്തിച്ചിട്ട് ഒരാളെങ്കിലും നമുക്ക് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് നേട്ടമായിരിക്കും. ആരെങ്കിലും ചോദ്യം ചെയ്യാനോ ആക്രമിക്കാനോ ബഹിഷ്കരിക്കാനോ ഒന്നുമല്ല, വളരെ സമാധാനമായ രൂപത്തിൽ ശരിക്കും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നമ്മൾ നടത്താം. ഒരു നിലക്കും പിന്നെ ആർക്കും വഴിപ്പെട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെതായ നിയമങ്ങളുണ്ടാവും. നമ്മുടെ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥകളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനെങ്ങനെ നേരിടണം, എങ്ങനെ ഇല്ലാതാക്കണം, നമ്മളെ മക്കളെ നമ്മുടെ സമൂഹത്തെ വരാൻ പോകുന്ന നമ്മുടെ തലമുറയെ കാത്തുരക്ഷിക്കേണ്ട ചുമതല നമ്മൾക്കുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ഇവർ സംഘടിപ്പിക്കപ്പെട്ടത്. അല്ല, കുറച്ച് കാലങ്ങളായിട്ട് അത് ആസൂത്രിതമായി നമ്മുടെ നാട്ടിലെ ഓരോരോ വീട്ടിൽ എത്തിക്കാൻ വേണ്ടി വളരെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഇതിന് പേര് പ്രവർത്തിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിനെതിരിലാണ്, അതിനെ തടയാൻ വേണ്ടിയാണ്, പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടുകാർ ജനകീയ കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയത്. അതുപോലെ ഇതിനോട് ഒത്തുചേർന്നുകൊണ്ട് തന്നെ നമ്മുടെ മഹല്ല് കമ്മിറ്റിയും നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ പലതരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഈ മഹല്ലുമായി ബന്ധമുള്ള, അതായത് നമ്മുടെ ഒരു വിലാക്കോട് മഹല്ല് ഖബർസ്ഥാൻ ഉപയോഗിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പള്ളിയും മറ്റും നടത്തുന്ന അവരെ ഭാരവാഹികൾക്ക് വിളിച്ചു വരുത്തി നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സഹോദര മതവിഭാഗക്കാരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണിത്. നമ്മൾ പണ്ടും കൂട്ടായ്മ നടത്തിയാളൊക്കെ കൂട്ടായ്മ നടത്തിയിട്ടുണ്ട്. മഹല്ലിൻ്റെ 100-ാം വാർഷികം ആഘോഷിച്ചപ്പോൾ 2 കൊല്ലം കാണുന്നത്. ലഹരി ഇതൊന്നും നടത്താതിരുന്നാൽ, ഇതിനൊന്ന് പ്രതിരോധിക്കുക എന്നാൽ ലഹരിയെ മുങ്ങിക്കുളിച്ചൊരു നാടായി നമ്മുടെ നാട് മാറുന്നു എന്ന് ഭയപ്പെടേണ്ട ഒരു അവസ്ഥയുള്ളത്. സംഗതി വളരെ ഗുരുതരമാണ്. പണ്ടൊക്കെ ഈ ചെറിയ ചാരായങ്ങളൊക്കെ കുടിച്ച് വെള്ളം കുടിച്ചിറക്കാൻ ആക്കാൻ നമുക്ക് പേടിയാണ്. ഒരു കള്ളുടിയുടെ ഒരു വീട്ടിലുണ്ട് എന്നാൽ ആ പരിസരത്ത് പോകാൻ നമുക്ക് പേടിയാണ്. ഒരു കള്ളുഷാപ്പ് ഒരു വളവലോ ബെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ മാത്രം ഒരു പേടിയും ചെറുപ്പത്തിലൊക്കെ. അത് കള്ളത്തിലേക്കാണ്. ഇപ്പം അതല്ല, ഇത് അതിലേറെ ഗുരുതരമായിട്ട് വരികയാണ്. നമുക്ക് എല്ലാവരെയും നമുക്ക് വഞ്ചിക്കപ്പെടേണ്ടതാണ്, നിരുത്സാഹപ്പെടുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിന്റെ ഇടയിൽ ആ നോമ്പിന്റെ സമയമൊക്കെ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിയ ഒരു സന്ദർഭം ഉണ്ടായി. നമ്മുടെ ഇവിടെ ആളുകൾ, ഒരുപാട് കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ടും അതുപോലെ തന്നെ അതിന്റെ വിതരണക്കാരും ഒക്കെ ഉണ്ടായി എന്നുള്ള സങ്കടകരമായിട്ടുള്ള കാര്യം നമ്മൾ അറിയാനിടയായി. അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അത് ഇന്ന് ഇവിടെ ഈ കൂടിയ ആളുകളും നമ്മുടെ നാട് വലിയൊരു വിപത്തിലേക്ക് പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ അതിനെ പ്രതിരോധിക്കണമെന്ന് ഒറ്റ ഉദ്ദേശത്തോടു കൂടി എല്ലാം മറന്നുകൊണ്ട് ഈ നാട്ടിലെ രാഷ്ട്രീയ മത ജാതി വർഗവർണ്ണ വ്യത്യാസമന്യേ എല്ലാവരും രാത്രികൾ 10 മണിക്ക് ശേഷം തറാവി കഴിഞ്ഞതിന് ശേഷമൊക്കെ എല്ലാവരും പൂവത്തിക്കൽ ഒത്തുചേർന്നു. അതിനുവേണ്ട നടപടികൾ തന്നെ എടുത്തു. സ്വാഭാവികമായിട്ടും നമ്മൾ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി ധാരാളം പ്രവൃത്തികൾ ചെയ്തു. സ്വാഭാവികമായിട്ടും അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി. ഈ ഒരു അവസരത്തിൽ നമ്മൾ പ്രത്യേകം നന്ദി പറയേണ്ടതുണ്ട് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്. ആദ്യമൊക്കെ കുറച്ച് ആളുകൾ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിരുന്നു, ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് കാര്യങ്ങൾ കിട്ടിയില്ല. നമ്മുടെ പ്രാസംഗികൻ ഇവിടെ പറഞ്ഞു പഴയ നിയമമാണ്, നിയമമൊക്കെ നല്ല നിയമമാണ്. പക്ഷെ മയക്കുമരുന്ന് പിടികൂടി, മയക്കുമരുന്ന് ഉപയോഗിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി, മയക്കുമരുന്ന് ഉപയോഗിച്ച് ഒറ്റുകുത്തും കൊലപാതകവും നടത്തി, മയക്കുമരുന്ന് കേസിലെ പ്രതികളെ ശിക്ഷിച്ചു തുടങ്ങിയ ഒരുപാട് വാർത്തകൾ എല്ലാ ദിവസവും കാണാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിൽ എത്രയോ ചാനലുകളുണ്ട്. ഈ ചാനലുകളിലെ വാർത്ത ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ ചാനലുകളും ഒരു പ്രാവശ്യമെങ്കിലും ഈ മയക്കുമരുന്നിനെ കുറിച്ചുള്ള വാർത്തകളില്ലാതെ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നോക്കുന്നവരാണ് എല്ലാവരും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇതേക്കുറിച്ച് വാർത്തകളില്ലാത്ത ദിവസമില്ല. ഞാൻ കഴിഞ്ഞ 1.5 വർഷത്തോളമായി പാലക്കാട് നാർക്കോട്ടിക്സിൽ ജോലി ചെയ്യുകയാണ്. മയക്കുമരുന്നിന് പൊതുവെ പറയുന്ന പേര് നാർക്കോട്ടിക് ഡ്രഗ്സ് ആണ്. സ്വാഭാവികമായിട്ടും നാർക്കോട്ടിക് സെല്ലിൻ്റെ ജോലി എന്ന് പറയുന്നത് അതാത് ജില്ലകളിൽ റിപ്പോർട്ടാകുന്ന മയക്കുമരുന്ന് കേസുകളെ കുറിച്ചുള്ള
അന്വേഷണവും അതിൻ്റെ സൂപ്പർവിഷനുമാണ് നാർക്കോട്ടിക് സെല്ലിൻ്റെ ജോലി എന്ന് പറയുന്നത്. ആ ജോലി 1.5 വർഷമായി ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ആധികാരികമായി ഈ കാര്യത്തിൽ കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, പറയാനായിട്ട് എനിക്ക് സാധിക്കുകയും ചെയ്യും. നമ്മൾ വാർത്തകളിൽ കാണുന്നതിനേക്കാൾ അപ്പുറമാണ് ഇതിൻ്റെ ഗൗരവം. ഏറ്റവും ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളും അക്രമ സംഭവങ്ങളും മാത്രമാണ് പലപ്പോഴും മാധ്യമങ്ങളിൽ വരുന്നത്. എന്നാൽ ചെറുതും വലുതുമായ അറിയപ്പെടാത്ത എത്രയോ സംഭവങ്ങൾ എല്ലാ ദിവസവും നാട്ടിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ആളുകളും ഇതേക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും ചില കാര്യങ്ങളിൽ ദൃഢനിശ്ചയം എടുക്കേണ്ടതായിട്ടുണ്ട്. തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് കാര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ നാട്ടിലെ എൻഫോഴ്സിംഗ് ഏജൻസി, നിയമം നടപ്പാലാക്കുന്ന ഏജൻസികളായ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലുമൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ജോലി ചെയ്യുന്നു, തർക്കമില്ലാത്തൊരു കാര്യം. മലപ്പുറം ജില്ലയിൽ 2024 കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളുടെ എണ്ണം 4506.